ആദ്യം ഈ കാർഡ് കണ്ടപ്പോഴേ ഇങ്ങനെ ആദരണീയനായ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇങ്ങനെ പറഞ്ഞു, സാദിഖ് അലി തങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്ന് കേട്ടപ്പം എനിക്ക് പെട്ടെന്ന് തോന്നിയത് സാദിഖ് അലി തങ്ങൾ പി വി അൻവറിന് കോമഡി ആയി കഴിഞ്ഞ പി വി അൻവറിനെ പഠിക്കുകയാണോ എന്നാണ് ആദ്യം തോന്നിയത്. പിന്നെ വി ഡി സതീശൻ്റെ പ്രതികരണം കണ്ടു, തങ്ങൾ തമാശ പറഞ്ഞതാണെന്ന്. തങ്ങന്മാർ തമാശ പറയുന്നതായിട്ട് പരിചയമില്ല, തങ്ങന്മാർ തമാശ പറയാറില്ല, കാര്യമേ പറയാറുള്ളൂ. തങ്ങൾ പറഞ്ഞത് തമാശയല്ലെന്നും ലീഗിനത് തമാശയല്ലെന്നും ഷാഫി ചാലിയം ഇവിടെ പറയുകയും ചെയ്തു. അപ്പം തമാശയല്ല എന്തായിരുന്നാലും സംഗതി കൊള്ളാം, ഐഡിയ കൊള്ളാം. പക്ഷേ ഒരു പ്രശ്നമുണ്ട് അഭിലാഷ് സാറേ, ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചാണ് ഈ പരിപാടികൾ നടക്കുള്ളൂ. അതായത് 56 രൂപീകരിക്കപ്പെട്ട കേരളത്തിന് ഒരു മുഖ്യമന്ത്രിയെ ഉണ്ടാവാൻ പറ്റുള്ളൂ, ഒരു സമയത്ത് ഒരു മുഖ്യമന്ത്രിയെ പറ്റുള്ളൂ. രണ്ടാമത്തെ കാര്യം, 5 കൊല്ലം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് ജനങ്ങൾ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്ന പാർട്ടിയുടെയോ മുന്നണിയുടെയോ MLA കൂടിയിട്ടാണ് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കേണ്ടത്. അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. അപ്പോഴാണ് UDF എന്താണ് KC വേണുഗോപാലാവണോ, രമേശ് ചെന്നിത്തലയാവണോ, K സുധാകരനാവണോ, VD സതീശനാവണോ എന്നുള്ള മട്ടിൽ അവിടുന്ന് തർക്കങ്ങൾ നടക്കുന്നു. ശശി തരൂരാവണോ എന്ന് പറഞ്ഞിട്ട് ആ തർക്കങ്ങൾ നടക്കുന്ന സമയത്ത് ഇപ്പുറത്ത് ഇതാ ലീഗിൻ്റെ ആളുകൾ പറയുന്നു, ഞങ്ങളാവാം, നിർബന്ധിക്കുകയാണെ ആവാം, എല്ലാവരും കൂടെ നിർബന്ധിക്കുകയാണെ ഞങ്ങൾ ആവില്ല എന്നൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ഇന്ദുലേഖ നോവൽ വായിക്കുന്ന ഒരു സുഖമുണ്ട് ഇത് കേൾക്കുമ്പോൾ. ഇന്ദുലേഖ നോവൽ വായിക്കുന്നേ ഒന്നുകിൽ ഇന്ദുലേഖന, അല്ലെങ്കിൽ അമ്മേന, അതോ അല്ലെങ്കിൽ തോഴീനെ, ആരെങ്കിലും ഒരാളെ കിട്ടിയാലും മതി എന്നുള്ളത്, അങ്ങനെയുള്ളൊരു നീട്ടി ആവാനാണ് ഇത് സാധ്യതയുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ളൊരു രാഷ്ട്രീയ കാലാവസ്ഥ വെച്ചുകൊണ്ട് ഇനി നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ UDFന്റെ സാധ്യതകൾ, വിജയിക്കാനുള്ള സാധ്യതകൾ വളരെ വളരെ വിരളമാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവരുടെ സംഘടനാ ശേഷി ഇല്ലായ്മ തന്നെയാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന സെനാരിയോ തന്നെയാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആര് മുഖ്യമന്ത്രി ആവണമെന്നുള്ളതിനെ പറ്റി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് UDF എങ്ങനെ ശക്തമാക്കാം, എങ്ങനെ ഒരു ഏകസ്വരത്തിൽ ഈ കാര്യങ്ങൾ നടത്താമെന്നല്ല, ആരാണ് നായർ, ആരാണ് നായരല്ലാത്തത്, ആരാണ് താഴ്ന്ന ജാതി, ആരാണ് ന്യൂനപക്ഷം എന്നുള്ള രീതിയിൽ കസേരക്കുള്ള അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അടിയിലേക്ക് സാധാരണ ഇല്ലാത്ത രീതിയിൽ ലീഗും കൂടെ ചേരുകയാണ് ചെയ്യുന്നത്. സാധാരണ ഇവരതിന് നിൽക്കാറില്ല, ഈ സീറ്റ് തർക്കങ്ങൾക്ക് നിൽക്കാറില്ല. ലീഗിൻ്റെ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. ഇവിടെ ലീഗ് ഹൗസിൽ, ഇതിനടുത്തുള്ള ലീഗ് ഹൗസിൽ വെച്ചിട്ട് സംസ്ഥാന കമ്മിറ്റി ചേരും, എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും. അതിനുശേഷം തീരുമാനമെടുക്കാൻ തങ്ങളെ ചുമതലപ്പെടുത്തും. പിറ്റേ ദിവസം തങ്ങൾ തീരുമാനമെടുത്തിട്ട് PK കുഞ്ഞാലിക്കുട്ടി ഇപ്പുറത്തും വേറൊരു നേതാവ് അപ്പുറത്ത് ഇരുന്നിട്ട് തങ്ങൾ പറയും, നമ്മൾ ശത്രുക്കൾ പറഞ്ഞു വരുത്തും, ലീഗിനോട് വിരോധമുള്ള ആളുകൾ പറയും PK കുഞ്ഞാലിക്കുട്ടി എഴുതിക്കൊടുത്ത സാധനങ്ങൾ തങ്ങൾ വായിക്കുകയാണെന്ന്. അല്ല, തങ്ങളാണ് തീരുമാനിച്ചതെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറയും. ഇതാണ് രീതി. പക്ഷെ ഈ രീതിയും ഈ കാര്യത്തിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ സാദിഖ് അലി തങ്ങൾ തന്നെ മുസ്ലിം ലീഗിന്റെ, യൂത്ത് ലീഗിന്റെ ഒരു വേദിയിൽ വെച്ചിട്ട് അങ്ങോട്ട് പറയാണ്, എന്താണ് PK കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയായാൽ, ഉപമുഖ്യമന്ത്രിയായാൽ, ആര് ഉപമുഖ്യമന്ത്രിയാവുന്നതിനും മുഖ്യമന്ത്രിയാവുന്നതിനും ഒന്നും പ്രശ്നമില്ല. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ആദ്യം ആ പാർട്ടിയെയും മുന്നണിയെയും സപ്പോർട്ട് ചെയ്യണം. ഇല്ലാണ്ടാണ് ഇവർ ഈ കാര്യങ്ങൾ ഇതിന്റെ കോമഡി. ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. നമുക്കിപ്പോൾ മുൻകൂട്ടി പറയാൻ പറ്റില്ല ജയിക്കുമെന്നോ ജയിക്കാതിരിക്കുമെന്നോ നമുക്ക് പറയാൻ പറ്റില്ല.